എടി മരമാക്രി, എഴുന്നേറ്റ ഉടനെ ചായ കുടിച്ച് വയറ്റ് തീയിടാതെ എന്നെ കുടിക്കടി. വെയിൽ വരുന്നതിന് മുമ്പേ നിന്റെ ബ്ലഡ് വോളിയം കൂട്ടി വെച്ചില്ലെങ്കിൽ ഉച്ചയാകുമ്പോ നീ വാടിയ പയർ പോലെ ഇരിക്കും. എടി കാട്ടുകോഴിമാ, എന്നെ ഇട്ട് വെയിലത്തിറങ്ങല്ലേ. സൂര്യന്റെ ചൂട് മുഴുവൻ വലിച്ചെടുത്ത് നിന്നെ ഞാൻ തന്തൂരിയാക്കും. വെളുത്ത കോട്ടൺ തുണി ഇട്ട ആ വെളിച്ചം തട്ടിത്തെറിച്ചു പോയിക്കോളും. ലുക്ക് നോക്കി നിൽക്കാതെ എന്നെ തേക്കടി. 11 മണി കഴിഞ്ഞാൽ വെളിയിൽ UV താണ്ഡവമാണ്. എന്നെ തേക്കാതെ ഇറങ്ങിയ നിന്റെ കോശങ്ങളിലെ DNA സൂര്യൻ അടിച്ച് തകർക്കും. ഷോ കാണിക്കാതെ എന്നെ ഒന്ന് പിടിക്കടി. വെയിൽ നേരിട്ട് തലയിലടിച്ചാൽ നിന്റെ തലച്ചോറിലെ AC അടിച്ചു പോകും. പിന്നെ നിന്റെ ബോഡി ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാൻ ആർക്കും പറ്റില്ല. തല കറങ്ങി തെരുവിലല്ലേ. ഈ ചൂടത്ത് എന്നെ അകത്താക്കി നിന്റെ ശരീരത്തെ കൂടുതൽ കഷ്ടപ്പെടുത്തല്ലേ. എന്നെ ദഹിപ്പിക്കാൻ നിന്റെ ശരീരം ഒരുപാട് ചൂടുണ്ടാക്കും. പോയി വല്ല കഞ്ഞിയോ പഴങ്ങളോ കഴിച്ച് അകത്തുള്ള തീയൊന്ന് അണക്കിയോ. ഈ ചൂടിൽ ഞങ്ങളിട്ട് സ്റ്റൈല് കാണിക്കല്ലേ. നിന്റെ കാലിലെ രക്തക്കൊവലുകൾ വീർത്ത് ചൂട് പുറത്തോട്ട് കളയാൻ നോക്കുക. അത് തടഞ്ഞാൽ നിന്റെ ബോഡി മൊത്തം ചൂടാകും. മര്യാദക്ക് വല്ല ലൂസ് എരിപ്പ് ഇട. എടി മരഭൂതമേ, പുറത്ത് 40 ഡിഗ്രി ചൂടുള്ളപ്പോ എന്റെ ഉള്ളിലെ കെമിക്കൽ റിയാക്ഷൻ പാളം തെറ്റും. വെയിലത്ത് വെച്ച് ഗെയിം കളിച്ചാൽ ഞാൻ പണി നിർത്തും. എന്നെ ഒന്ന് തണലത്ത് വെക്കടി. എടി കരിങ്കാലി, എന്നെ കണ്ടോ? കടും മഞ്ഞ. ഇതിനർത്ഥം നീ കുടിച്ച വെള്ളം ഒന്നിനും തികഞ്ഞില്ല എന്നാണ്. നിന്റെ കിഡ്നി വെള്ളമില്ലാതെ കരയാണ്. ഞാൻ കറങ്ങുന്ന കണ്ട് സോഫയിൽ ഇരിക്കണ്ട. ഈ തീക്കാറ്റ് ഞാൻ നിന്റെ മേത്തോട്ട് അടിച്ചു തന്നാൽ നിന്റെ വിയർപ്പ് വേഗം പറ്റി നീ കൂടുതൽ തളരും. വല്ലപ്പോഴും ദേഹത്ത് വെള്ളം നനയ്ക്കടിയേ. ഈ പറയുന്ന കാര്യങ്ങൾ ഓർത്തു വെച്ചോ. ധാരാളം വെള്ളം കുടിക്കുക. ദാഹം തോന്നിയില്ലെങ്കിലും ഇടയ്ക്കിടെ വെള്ളം കുടിക്കണം. ഉച്ചയ്ക്ക് 11 മണി മുതൽ 3 മണി വരെ നേരിട്ട് വെയിലേൽക്കുന്നത് ഒഴിവാക്കുക. ഇളം നിറത്തിലുള്ളതും അയഞ്ഞതുമായ കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കുക. പുറത്തിറങ്ങുമ്പോൾ കുട, തൊപ്പി, സൺഗ്ലാസ് എന്നിവ ഉപയോഗിക്കുക. പെട്ടെന്ന് ദഹിക്കുന്ന ഭക്ഷണ സാധനങ്ങൾ കഴിക്കുക. കഠിനമായ തലവേദന, തലകറക്കം, ക്ഷീണം, തൊലിപ്പുറത്തെ ചുവന്ന പാടുകൾ എന്നിവ കണ്ടാൽ ഉടൻ ഡോക്ടറുടെ സഹായം